കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒക്ടോബർ 3-ന് തുടക്കമാകും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. നവരാത്രി സർഗോത്സവ സമിതിയുടെ നേതൃത്വത്തിലാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 1-ന് വൈകിട്ട് 5:30 സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന സാരസ്വതാർച്ചന, അലങ്കാര പൂജ, ആരതി എന്നിവയുടെ പരിപാടികൾക്ക് തുടക്കമാകും. മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടികളുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഗോവ ഗവർണർ ശ്രീധരൻപിള്ള, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി, പ്രജ്ഞാവാഹ കോർഡിനേറ്റർ ജെ നന്ദകുമാർ, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ തുടങ്ങി നിരവധി പേരുടെ പ്രഭാഷണങ്ങൾ സർഗോത്സവത്തിൽ ഉണ്ടായിരിക്കും. ചലച്ചിത്ര താരം രചനാ നാരായണൻകുട്ടി അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടി, പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീത സദസ്സ് തുടങ്ങി നിരവധി കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമാകും. സ്ത്രീകളുടെ കൂട്ടായ്മയും ശാക്തീകരണവും ഈ നവരാത്രി സർഗോത്സവത്തിന്റെ സവിശേഷതയാണ്. നവരാത്രി ആഘോഷം അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആഘോഷമാണ്. കേസരി അതുകൊണ്ട് നവരാത്രി സർഗോത്സവത്തെ ഒരു വനിതാ മഹോത്സവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടക സമിതിയിലെ പ്രമുഖ ചുമതലകൾ പലതും വഹിക്കുന്ന സ്ത്രീകളാണ്. എന്ന് മാത്രമല്ല, വനിതകളുടെ ഒരു സമിതി ഇവിടെ ഉണ്ട്. ആ സമിതി ഇതിൻ്റെ എല്ലാ നിർവഹണത്തിലും പുരുഷന്മാരോടൊപ്പം എന്നല്ല, പുരുഷന്മാരെക്കാളും ഒരുപടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഒക്ടോബർ 13 രാവിലെ 7:30 മുതൽ ആചാരവിധി പ്രകാരമുള്ള വിദ്യാരംഭവും നൃത്ത ചിത്രകലാ വിദ്യാരംഭവും നടക്കും. ഒക്ടോബർ 12-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നവരാത്രി സർഗ പ്രതിഭാ പുരസ്കാരം പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് സമ്മാനിക്കും. ജനം, കോഴിക്കോട്.